ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. നമ്മുടെ ചാനലിലെ പുതിയൊരു സ്റ്റുഡിയോ ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റുഡിയോ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്, കുറച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാനാണ്. ഇതിക്കും ഞാൻ ഒരു സ്റ്റുഡിയോ ടൂർ ഇട്ടിട്ടുണ്ടായി. അത് വലിയ ഇതുണ്ടായില്ല, എന്നാലും ഞാൻ കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിക്കും ഞാൻ വീഡിയോസൊക്കെ കുറേ എടുത്തു വെച്ചിട്ടുണ്ടായി. പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇതെന്തായാലും അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമുക്ക് സ്റ്റുഡിയോ ടൂർ കാണാം. അപ്പോൾ നിങ്ങൾ സ്റ്റുഡിയോയുടെ സിനിമാറ്റിക് വീഡിയോ കണ്ടിട്ടോ. Okay, let's go. സ്റ്റുഡിയോയുടെ സിനിമാറ്റിക് വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ. ഇനി ഓരോന്നായിട്ട് വിശദീകരിച്ച് പറഞ്ഞുതരാം, എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഈ ഒരു ലൈറ്റാണ്, ഇത് ഞാൻ തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്തതാണ്, കാർഡ്ബോർഡൊക്കെ വെച്ചിട്ട്. ഈ രണ്ട് സോഫ്റ്റ് ലൈറ്റ് ഞാൻ സ്റ്റുഡിയോ ലൈറ്റ് ഞാൻ സെറ്റ് ചെയ്തത്. പിന്നെ നമുക്ക് വന്നത് ഈ ഒരു ട്രൈപോഡാണ്. മിക്കപ്പോഴും ഞാൻ ലൈവ് ഇടുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡാണ്. പിന്നെ ഇപ്പം ഞാൻ രണ്ടിടയ്ക്ക് ഞാൻ ലൈവ് ഇട്ടായിരുന്നു. അപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഗിംബലാണ്, സ്റ്റെബിലൈസേഷനൊക്കെ ഉള്ള ഗിംബലാണ്. കുഴപ്പമില്ല, ഞാൻ വർക്കിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് ലൈറ്റിൻ്റെ റിമോട്ട്, ഇവിടെ ഒരു സോഫ്റ്റ് ലൈറ്റ്, ഞാൻ പറഞ്ഞ രണ്ട് സോഫ്റ്റ് ലൈറ്റ് ഉണ്ട്. പിന്നെ ഇരിക്കുന്ന ചെയർ ഭംഗിക്ക് വേണ്ടി വെച്ചാണിത്. ഇവിടെ ഇതായിരിക്കുമ്പോൾ അത്യാവശ്യം ഭംഗിയുണ്ട്. പിന്നെ ആയിട്ടുള്ള കുർസിയൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് കാറിൻ്റെ പിക്സ് ഞാനിവിടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്താണ്. ഇത് ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റുഡിയോ എന്ന് പറയുന്നത്. ഞാൻ ചെറിയ ചിലവിൽ ഞാൻ പതുക്കെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവന്നൊരു സ്റ്റുഡിയോ ആണിത്. അപ്പോൾ നമുക്കിനി ഇവിടെ ഇരുന്നുള്ള ഒരു ഔട്ട് നോക്കാം ഗൈസ്. അപ്പോൾ ഇത് ഫ്ലാഷ് ഓൺ ആക്കാണ്ട് ഞാൻ എടുക്കുന്ന വീഡിയോ ആണിത്. അത്യാവശ്യം വെട്ടമുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഇത് മാറ്റിക്കഴിഞ്ഞാൽ അത്യാവശ്യം വെട്ടമുണ്ടാവും. നമ്മൾ എന്തെങ്കിലും പാട്ട് പാടുമോ അതിൽ വേറെ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും വീഡിയോ മീൻസ് പോർട്രേറ്റ് ഇതിൽ വീഡിയോ എടുക്കുമ്പോഴായിരിക്കും നമുക്ക് ഒരു വിൻറ്റേജ് ലുക്ക് ഇടണമെങ്കിൽ നമ്മൾ തരണം. അപ്പോൾ നമുക്ക് ഒരു ഇതിട്ടു. പിന്നെ ഒരു കാര്യം കാണിക്കാൻ മറന്നു വയ്ക്കണത്, ഈ സൈഡിൽ ഞാൻ കുറേ എക്സ്റ്റെൻഷൻ കോഡ് കൊടുത്തിട്ട് പറഞ്ഞാൽ അത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഈടെയാണ് നമ്മുടെ ചാർജർ കുത്തണത്. പിന്നെ ലൈറ്റ്സിൻ്റെ പോർട്സ് കുത്തണത് ഇവിടെ, ലൈറ്റൊക്കെ ഇവിടെ കുത്തണം. ഓക്കെ, പിന്നെ ഇതിൻ്റെ മേശനടി എന്ന് പറഞ്ഞാൽ കുറച്ച് പേപ്പേഴ്സ്, പിന്നെ അതിൻ്റെതായ കുറച്ച് ഈ ഇതിൻ്റെയൊക്കെ ഗിംബലിൻ്റെ പെട്ടീൻ്റെ അടിയിൽ 2-3 നിൽപ്പുണ്ട്. ഇവിടെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ആഡ് ചെയ്യാത്തത്, അല്ലെങ്കിൽ ഞാൻ ആഡ് ചെയ്തത് തന്നെയാണ്. സോ ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ ചെയറിൽ ഇരുന്നിട്ടുള്ള ഒരു ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അത്യാവശ്യം വെട്ടമൊക്കെ ഉണ്ട്. നമ്മുടെ മുഖത്ത് ഫേസിൽ അത്യാവശ്യം ലൈറ്റ്സൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സെറ്റായി. ഇനി നമുക്ക് ഇവിടെ ഇതിനൊക്കെ കിട്ടാൻ വേണ്ടി കുറച്ച് RGB സ്ട്രിപ്പ് ലൈറ്റ്സൊക്കെ മേടിക്കണം. അപ്പോൾ കുറച്ച് സെറ്റപ്പ് കൂടി ചെയ്യാനുണ്ട്. ഇത് ഞാൻ എന്തായാലും കുറച്ച് നാളായി എനിക്ക് എന്തായാലും സ്റ്റുഡിയോ ടൂർ ഓർമ്മ ഇടണമെന്ന് പറഞ്ഞത്. ഇതിക്ക് മുമ്പ് ഞാൻ എടുത്ത് വെച്ച കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്. പിന്നെ ഫോൺ സ്റ്റോറേജ് ഫുള്ളായപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാൻ നേരം കിട്ടിയില്ല, അപ്ലോഡ് ചെയ്യാൻ നേരം കിട്ടിയില്ല. ഞാൻ ഈ പേപ്പറൊക്കെ ഞാൻ ഇവിടെ ഒട്ടിച്ച സമയത്ത് ഷോർട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ അത് കണ്ടവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യും. അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടായി. ഇനി നമുക്ക് ഇതിൻ്റെ പുറകിലൊരു RGB സ്ട്രിപ്പ് ലൈറ്റ് മേടിക്കണം. അത് ഏത് കളറ് മേടിക്കണമെന്ന് നിങ്ങൾ കമൻറ്റിൽ ഇടണം കേട്ടോ. ഞാൻ പോളിടാം, ഇല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഇടണം ഏത് കളർ. ഇതിൻ്റെ ബാക്കിൽ വെക്കാൻ പറ്റിയൊരു RGB സ്ട്രിപ്പ് ലൈറ്റ് ഏത് കളറാണ് സെലക്ട് ചെയ്യണത്. എനിക്ക് കൂടുതലും ഇഷ്ടമുള്ളത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബ്ലൂ കളറായിരിക്കും. ബ്ലൂ അല്ലെങ്കിൽ പിങ്ക്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാൽ അത് വേണ്ട, അത് വെച്ച് ചിലപ്പോൾ ക്യാമറ ക്ലാരിറ്റി കുറവുണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്നുവെച്ചാൽ ബ്ലൂ പിങ്ക് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് മുഖത്തേക്ക് ഇങ്ങനെ അടിച്ച് കഴിഞ്ഞല്ലേ. പിന്നെ ബാക്കിലല്ലേ ഞാൻ സാധനം വെക്കണത്, അതുകൊണ്ട് ഡയറക്റ്റ് ക്യാമറയൊക്കെ അടിച്ച് ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിക്ക് മുമ്പ് ഞാൻ ഒരു ബ്ലൂ കളർ RGB സ്ട്രിപ്പ് ലൈറ്റ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായത് ഈ സൈഡിലായിട്ട്. അത് ഈ കോർണറിലായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായി. അത് കംപ്ലൈൻ്റ് ആയപ്പോൾ ഞാൻ എടുത്ത് മാറ്റി ടേബിളിൽ താഴത്തത് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ കുറച്ച് ഭംഗി ഉണ്ടാവില്ല നമുക്കത് കാണാൻ. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഈ സ്റ്റുഡിയോ ടൂറ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ
കമൻറ്റ് ചെയ്യുക. എന്നെ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ വേറൊന്നും പറയാനില്ല. എൻ്റെ ചെറിയൊരു ലോകം എന്ന് പറഞ്ഞാൽ ഇതാണ്. എനിക്ക് ചെറിയൊരു ആഗ്രഹം ഉണ്ടായി, എന്തായാലും ഒരു സ്റ്റുഡിയോ വേണം. എനിക്ക് ആകെയുള്ളൊരു കുറവെന്ന് വെച്ചാൽ ഈ ടേബിളും ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ പി സി ഒന്നും വെക്കാൻ പറ്റില്ല. ഒരു ലാപ്ടോപ്പ് വെക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും ഒരെണ്ണം എടുക്കും ഞാൻ, ലാപ്ടോപ്പ് ഒരെണ്ണം എടുക്കും ഞാൻ, ഫോൺ എടുക്കും, ലാപ്ടോപ്പ് എടുക്കും, എല്ലാം എടുക്കും ഞാൻ. ഇതിൻ്റെ ബാക്കിൽ പഴയ സ്റ്റുഡിയോ ടൂർ കണ്ടവർക്ക് മനസ്സിലാവും, ഇതിൻ്റെ ബാക്കിലൊരു വാം കളറ് LED സ്ട്രിപ്പ് ലൈറ്റ് ഉണ്ടായി. അത് ഇച്ചിരി 240 വാട്ട്സിൻ്റെ ലൈറ്റാണ്. അത് വെച്ചിട്ട് നല്ല അടിപൊളിയായിരുന്നു ഫസ്റ്റ് സ്റ്റുഡിയോ ടൂർ. ഓക്കെ, പിന്നെ എനിക്കിവിടെ ഹോട്ട് വീൽസൊക്കെ ഞാനിവിടെ മതിലുമ്മ ഒട്ടിച്ചായിരുന്നു. ഇതൊക്കെ ഒട്ടിക്കണതിന് മുമ്പ്. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ച് അത് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് അവിടെ നമ്മുടെ ഹാളിൽ ടിവിയുടെ താഴത്ത് സൗണ്ട് ബാർ ഉണ്ട്. അപ്പോൾ അതിനെ മേളിൽ ഞാൻ വെച്ചിരിക്കണം, കുറച്ച് ഭംഗി ഉണ്ടാവല്ലോ അവിടെ വെച്ചാൽ, അതുകൊണ്ട് ഞാൻ അവിടെ വെച്ചിരിക്കണം. അങ്ങനെ അതൊക്കെ. പിന്നെ 2 പേര് കാണാനൊക്കെ വന്ന് നിൻ്റെ റൂമല്ല നിൻ്റെ സ്റ്റുഡിയോ ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ഒരു 2 പേരൊക്കെ കാണാനൊക്കെ വന്ന്. ആർക്കെങ്കിലും സ്റ്റുഡിയോ കാണുന്നുണ്ടെങ്കിൽ വരാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനൽ വീഡിയോ കുറച്ച് ആളായി, അതായത് ലാസ്റ്റ് വ്ളോഗ് ഞാൻ ഇപ്പോൾ ഇട്ടതെന്ന് വെച്ചാൽ ഉമ്മ പോയതിന് ശേഷമാണ് ഞാൻ ലാസ്റ്റ് വ്ളോഗ് ഇട്ടത്. അതിന് ശേഷം ഞാൻ നമ്മുടെ സ്കൂളിൽ നാടൻപാട്ട് പാടി. അപ്പോൾ ആ ഒരു സോങ്ങാണ് ഞാൻ ഇട്ടത്. അതിപ്പോൾ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ വരാൻ പോണ ഓർമ്മയായിരിക്കും ഈ ഒരു സ്റ്റുഡിയോ ടൂർ. ഗിംബല് ഞാൻ പരിചയപ്പെടുത്തിയില്ല. ഗിംബല് അത്യാവശ്യം നല്ല ഗിംബലാണ്. ഞാൻ മേടിച്ചിട്ട് എനിക്ക് 2-3 വർക്ക് ഞാൻ ഈ ഗിംബൽ കൊണ്ടുപോയിട്ടുണ്ട്. എനിക്ക് യൂസ്ഫുള്ളായ ഒരു ഗിംബലാണ് ഇത്. നമുക്ക് ബാലൻസൊക്കെ ചെയ്യാം. പിന്നെ ബാറ്ററി നല്ലോണം നിൽക്കുന്നുണ്ട്. എനിക്ക് നല്ലോണം യൂസ്ഫുള്ളായ സാധനമാണ് ഇതാണ്. നല്ലോണം ബാറ്ററി ബാക്ക് നല്ലോണം നിൽക്കൂട്ട്, ഇപ്പോഴേ പറയാം. ഇനി ഇത് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് മേടിക്കുന്നതാണ്. ഓക്കെ, അത്യാവശ്യം നല്ലൊരു ഗിംബലാണിത്. ഇതെൻ്റെ എന്താ പറയുക, ഇതിൻ്റെ റിവ്യൂ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല, നമുക്ക് ടൈം ഉണ്ടായില്ല. പിന്നെ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായില്ല. കണ്ട നമുക്ക് ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു ട്രൈപ്പോഡുള്ളൊരു സംഭവം തന്നെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കവിടെ സ്റ്റാൻഡ് ചെയ്യാം. പിന്നെ ട്രാക്കിംഗ് ഒക്കെ ഉണ്ട്, അടിപൊളിയാണ്. ഞാൻ എന്തായാലും വീഡിയോ എടുത്ത് കുറച്ച് ഷോർട്സൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ട്, ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ ബൈ.